പരിണയം. സാർ ഇതെന്തൊക്കെയാ പറയുന്നേ? അവൾ വെപ്രാളത്തോടെ ചോദിച്ചു. ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നതല്ലേ എനിക്ക് തന്നെ ഇഷ്ടമാണെന്ന്. അവൻ മറുപടി നൽകി. എനിക്കൊരു വൃത്തികെട്ട വാശിയുണ്ട്. എന്താണെന്നറിയാമോ? എന്തെങ്കിലും ഒരു കാര്യം ഞാൻ ആഗ്രഹിച്ചാൽ എന്ത് വില കൊടുത്തും അത് സ്വന്തമാക്കും. അക്ഷിത് കൂട്ടിച്ചേർത്തു. അക്ഷിയുടെ സംസാരം ആരോഹിക്ക് അത്ര ബോധിച്ചില്ല. എന്ത് വില കൊടുത്തും സ്വന്തമാക്കാൻ. ഞാൻ സാറ് കണ്ടാഗ്രഹിച്ച ഒരു വണ്ടിയോ അല്ലെങ്കിൽ ഒരു ബിൽഡിങ്ങോ ഒരു പ്രോപ്പർട്ടിയോ ഒന്നുമല്ല. അവൾ പറഞ്ഞു. ഞാനൊരു മനുഷ്യനാണ്. എനിക്കൊരു മനസ്സുണ്ട്. എനിക്ക് ചില താല്പര്യങ്ങളുണ്ട്, ഇഷ്ടങ്ങളുണ്ട്. അതൊക്കെ മറന്ന് സാർ എന്നെ ആഗ്രഹിച്ചെന്ന് കരുതി എനിക്ക് സാറിൻ്റെ ജീവിതത്തിലേക്ക് വരാൻ കഴിയുമോ? മാത്രമല്ല, ഞാനൊരാളുമായി റിലേഷൻഷിപ്പിലാണ്. പെട്ടെന്നെന്തോ ആരോഹിക്ക് അങ്ങനെ പറയാൻ തോന്നിപ്പോയി. ഓ, ഐ നോ. അയാളല്ലേ അർജുൻ? അയാളുമായല്ലേ തൻ്റെ റിലേഷൻഷിപ്പ്? അതൊക്കെ ബ്രേക്കപ്പായിട്ട് കുറച്ച് മാസങ്ങളായി എന്ന് ഞാൻ അറിഞ്ഞു. അക്ഷിത് പെട്ടെന്ന് പറഞ്ഞതും ആരോഹി വിശ്വാസം വരാത്തതുപോലെ അവൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി. മാത്രമല്ല, അവൻ്റെ വിവാഹവും ഏതാണ്ട് ഉറപ്പിച്ചു കഴിഞ്ഞു. ശരിയല്ലേ? അക്ഷിത് തിരക്കി. ക്രിസ്റ്റൽ ഗ്രൂപ്പ് ചെയർമാൻ രാമനാഥവർമ്മയുടെ ഒരേയൊരു മകൾ മാൻവിയയല്ലേ താൻ സ്നേഹിച്ചിരുന്ന ബോയ്ഫ്രണ്ട് വിവാഹം കഴിക്കാൻ പോകുന്നത്? അത്രയും ക്ലിയറായിട്ട് അക്ഷിത് ചോദിച്ചതും ആരോഹിയിൽ ഒരു വല്ലായ്മ പടർന്നുപോയി. അവൾക്ക് സ്വയം നാണക്കേടും പുച്ഛവുമൊക്കെ തോന്നിയ ഒരു നിമിഷമായിരുന്നു അത്. ആരോഹി മിഴികൾ ഇറുക്കിയടിച്ച് മുഖം കുനിച്ചു പിടിച്ചു. അക്ഷിത് വണ്ടി റോഡരികിലേക്ക് നിർത്തി. പെട്ടെന്ന് വണ്ടി നിർത്തിയതും ആരോഹി കണ്ണുകൾ തുറന്നുകൊണ്ട് സൈഡിലെ ഗ്ലാസ്സിൽ കൂടി പുറത്തേക്ക് നോക്കി. അക്ഷിതിന്റെ കൈകൾ അവളുടെ ക്യാനുല കുത്തിയ കൈയിലേക്ക് ചേർന്നു. വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല ഞാൻ, അവൻ ശാന്തമായി പറഞ്ഞു. അവന്റെ സ്വരത്തിൽ ഇതുവരെ താൻ അനുഭവിച്ചറിയാത്ത തരം ഒരു മയം അവൾക്കപ്പം അനുഭവപ്പെട്ടു. ഞാൻ അന്വേഷിച്ചിരുന്നു. അവൻ പറഞ്ഞപ്പോൾ ആരോഹി വെട്ടിച്ചിരിഞ്ഞ് അക്ഷിതിന്റെ മുഖത്തേക്ക് നോക്കി. അന്ന് താനുമായി ആ പ്രശ്നങ്ങൾ ഉണ്ടായ സമയത്ത് തന്നെ ഞാൻ അന്വേഷിച്ചിരുന്നു അവൻ്റെ ഫുൾ ബാക്ക്ഗ്രൗണ്ട്. ആ സമയത്ത് ഈ ന്യൂസ് എനിക്ക് കിട്ടിയായിരുന്നു. പക്ഷേ താനത് അറിഞ്ഞത് അതിന് ഒരുപാട് ശേഷമാണെന്ന് തോന്നല്ലേ? ആരോഹി മൗനമായി തലകുലുക്കി. അവളുടെ കണ്ണുകൾ നിറഞ്ഞു വരുന്നുണ്ടായിരുന്നു. ആ കണ്ണീര് കണ്ടപ്പോൾ അക്ഷിതിന് വല്ലാത്ത ദേഷ്യം വന്നുപോയി. അവൻ മുഷ്ടി ചുരുട്ടി പിടിച്ചു. താൻ എന്തിനാണ് കരയുന്നത്? അവൻ്റെ ശബ്ദത്തിൽ വീണ്ടും പഴയ ഗാംഭീര്യം നിറഞ്ഞു. എൻ്റെ കണ്ണുകൊണ്ട് ഞാൻ കരയുന്നതിന് സാറുണ്ട്. സാർ വണ്ടിയെടുക്കാൻ നോക്ക്. വീട്ടിൽ പോയിട്ട് എനിക്ക് കിടന്നുറങ്ങണം, അവൾ പറഞ്ഞു. അവൾ അത് പറഞ്ഞതും പിന്നീട് ഒന്നും പറയാതെ അവൻ കാറ് മുന്നോട്ടെടുത്തു. പക്ഷേ വല്ലാത്തൊരു വേഗതയിലായിരുന്നു ആ കാറ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ആരോഹി മെല്ലെ കണ്ണു തുടച്ചു. കാറിന്റെ വേഗത പതിയെ കുറഞ്ഞു. അവളുടെ ചുണ്ടിൽ അവൻ കാണാതെ ഒരു പുഞ്ചിരി വിടർന്നു. ഇങ്ങനുണ്ട് ഒരു മനുഷ്യൻ, അവൾ ചുണ്ടിനിടയിൽ വെച്ച് പിറുപിറുത്തത് അവൻ വ്യക്തമായി കേട്ടു. ആരോഹിയുടെ വീടിന്റെ മുമ്പിലേക്ക് കാറ് ചെന്ന് നിന്നു. ആരോഹി കാറിൽ നിന്നിറങ്ങി. മുറ്റത്തൊരു വണ്ടി വന്ന് നിൽക്കുന്ന ശബ്ദം കേട്ട് ലിവിംഗ് റൂമിലിരുന്ന വസുധ പുറത്തേക്ക് ഇറങ്ങി വന്നു. കയ്യിൽ കാനുല കുത്തിയ ഭാഗത്ത് പ്ലാസ്റ്ററൊക്കെ ഒട്ടിച്ച് അകത്തേക്ക് കയറി വരുന്ന ആരോഹിയാണ് അവർ കണ്ടത്. അവളുടെ കൈ കണ്ടതും പെട്ടെന്ന് വസുധ കൈ പിടിച്ചു വെച്ചിട്ട് അവളുടെ മുഖത്തേക്ക് നോക്കി. എന്തു പറ്റും മോളെ? ഏയ്, ഒന്നുമില്ലമ്മേ, ചെറുതായിട്ടൊന്ന് പനി കൂടി. പിന്നെ ഹോസ്പിറ്റലിൽ പോയി ഡ്രിപ്പൊക്കെ ഇട്ടിട്ട് വന്നതാണ്, അവൾ മറുപടി നൽകി. അവരിരുവരും സംസാരിക്കുന്നത് നോക്കി അക്ഷിത് അപ്പൂറും കാറിൽ തന്നെ ഇരിക്കുകയായിരുന്നു. അവൻ വസുധയെ കണ്ടതും കാറിന്റെ ഡോർ ഗ്ലാസ് മെല്ലെ താഴ്ത്തി ഒന്ന് ചിരിച്ചു. ശേഷം പതിയെ കാറുമെടുത്ത് മുന്നോട്ട് പോയി. ശോ, പാവം കുട്ടി, അതിനോട് അകത്തേക്ക് കയറുന്നോന്ന് പോലും ചോദിച്ചില്ല. അതിന് വിളിച്ചിരുത്തി സൽക്കരിക്കാൻ അമ്മയുടെ മരുമോനല്ല ആ പോയത്, അലസമായി പറഞ്ഞുകൊണ്ട് ആരോഹി 3-4 പടി മുകളിലേക്ക് കയറി. അതിനുശേഷമാണ് പെട്ടെന്ന് താൻ എന്താണ് പറഞ്ഞതെന്ന ബോധ്യം അവൾക്ക് വന്നത്. തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു കള്ളച്ചിരിയോടെ പിന്നിൽ നിൽക്കുന്നുണ്ട് വസുധ. ഇനിയിപ്പം മരുമോനായാലും എനിക്ക് പ്രശ്നമൊന്നുമില്ല. നല്ല കുട്ടിയാ, നല്ല റെസ്പെക്റ്റും നല്ല സംസാരവും ഒക്കെയാ, അവർ പറഞ്ഞു. അവളത് കേട്ടതായി പോലും ഭാവിക്കാതെ മുകളിലേക്ക് നടന്നു. ആരോഹി, ഡോറ് ലോക്ക് ചെയ്യണ്ടാട്ടോ, പിന്നിൽ നിന്ന് വസുധ വിളിച്ചു പറഞ്ഞതിന് മറുപടിയായി ഒന്ന് മൂളിക്കൊണ്ടവൾ റൂമിലേക്ക് കയറി. ചെന്ന് പാടെ തന്നെ കഴുത്തിലൂടെ കുറുകെ കിടന്നിരുന്ന ഷോൾ എടുത്ത് സ്റ്റാൻഡിലേക്ക് ഇട്ടുകൊണ്ട് പതിയെ ബെഡിലേക്ക് കിടന്നു. അവൾ കിടന്നത് മാത്രമേ ഓർമ്മയുണ്ടായിരുന്നുള്ളൂ അവൾക്ക്. അത്രത്തോളം ക്ഷീണം ബാധിച്ചിരുന്നവളെ. ഞൊടിയിടയിൽ തന്നെ ആ മിഴികൾ അടഞ്ഞുപോയി. ദീർഘമായൊരു ഉറക്കത്തിലേക്ക് വഴുതി വീണു ആരോഹി.
അതേസമയം ഓഫീസിലേക്ക് ചെന്ന് കയറിയ അക്ഷിത് അവനും വല്ലാത്തൊരവസ്ഥയിലായിരുന്നു. വർക്കുകൾ ഓരോന്നായി ചെയ്യാൻ ശ്രമിച്ചെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ആരോഗ്യ സ്ഥലത്തേക്ക് അവന്റെ നോട്ടം പാളി വീണു. ഒന്നിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാനാവാതെ ഒടുക്കം അവൻ ബാഗുമെടുത്ത് നേരെ വീട്ടിലേക്ക് പോയി. അതേസമയം ഓഫീസിലാകമാനം ഒരു സംസാരമുണ്ടായി. മറ്റൊന്നുമല്ല, വയ്യാതെ കിടന്ന PS-ന് കൂട്ടിരുന്ന സിഇഒയെക്കുറിച്ച്. ഓരോ ഡിപ്പാർട്ട്മെന്റിലുള്ളവർ ഓരോ കഥ പറഞ്ഞു തുടങ്ങിയെങ്കിലും ഒടുക്കം അത് നന്ദകിഷോന്റെ ചെവിയിലും വന്നെത്തി. അയാൾ എല്ലാവരെയും ശാസിച്ചു. അതേസമയം പതിവില്ലാതെ നേരത്തെ വീട്ടിലേക്ക് വന്നു കയറിയ അക്ഷിതിനെ പരിഭവത്തോടെ നോക്കി ഊർമിള. എന്താ മോനെ, നീ ഇന്നലെ വീട്ടിലേക്ക് വരാതെ നേരെ ഫ്ലാറ്റിലേക്ക് പോയത്? അമ്മ ഇത്രമാത്രം വിഷമിച്ചെന്ന് നിനക്കറിയോ? അത് പിന്നെ അമ്മേ, ഇന്നലെ ഞാൻ ഓഫീസ് കാര്യങ്ങളെക്കുറിച്ച് ടെൻഷനിലായിരുന്നു. അതുകൊണ്ടാ ഞാൻ ഫ്ലാറ്റിലേക്ക് പോയത്. എന്തു പറ്റി മോനെ, എന്താ നിനക്ക് ഇത്ര ടെൻഷൻ? ഒന്നുമില്ലമ്മേ. പിന്നെ നീ എന്തായിന്ന് ഇത്രയും നേരത്തെ വന്നത്? അത് എനിക്ക് ചെറിയൊരു വയ്യായിക. പെട്ടെന്ന് അങ്ങനെ പറയാനാണ് അക്ഷിതിന് തോന്നിയത്. അതും പറഞ്ഞുകൊണ്ടവൻ മുകളിലേക്ക് കയറിയപ്പോൾ അവന്റെ സംസാരം ശ്രദ്ധിച്ചു നിന്ന അനന്യ അവിടേക്ക് വന്നു. വയ്യായിക്കൊന്നും അല്ലമ്മേ ഏട്ടന്റെ പ്രശ്നം. അവളില്ലേ, ആ പുതിയ PS ആരോഹി. അവൾക്കെന്തോ ബോധക്കേടൊക്കെ ആയിട്ട് അവളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിരിക്കുമായിരുന്നു എന്ന്. കാമുകയ്ക്ക് കൂട്ടിരുന്നത് ഏട്ടൻ. അവൾക്ക് വയ്യാത്തതുകൊണ്ട് അതിന്റെ വയ്യായിക അല്പം ഇങ്ങോട്ടും പകർന്നു കിട്ടിയതാ. അനന്യ ദേഷ്യത്തോടെ പുലമ്പി. മുകളിലേക്ക് കയറിയ അക്ഷിത് അതേപടി തിരികെ താഴേക്ക് ഇറങ്ങി വന്നു. അതീവ ദേഷ്യത്തോടെ TV സ്റ്റാൻഡിനടുത്തിരുന്ന ഫ്ലവർ വേസ് എടുത്ത് നിലത്തേക്ക് ആഞ്ഞെറിഞ്ഞു. പൊട്ടിച്ചിതറി നിലത്താകമാനം ചില്ലു പടർന്നു. എന്നിട്ടും കലി തീരാതെ അക്ഷിത് അനന്യക്കടുത്തേക്ക് ചെന്നു. പല തവണ നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, എന്റെ പേഴ്സണൽ കാര്യങ്ങളിൽ ഇടപെടരുതെന്ന്. ഇത് നിന്റെ ലാസ്റ്റ് വാണിങ്ങാ. ഇനി ഒരിക്കൽ കൂടി നിന്റെ നാവിൽ നിന്ന് അങ്ങനെ എന്തെങ്കിലും വീണ് കേട്ടാൽ. അത്രയും അനന്യോട് പറഞ്ഞിട്ട് അവൻ നേരെ നോക്കിയത് ഊർമിളയുടെ മുഖത്തേക്കാണ്. അമ്മ തീരുമാനിക്കണം, ഈ വീട്ടിൽ ഞാൻ വേണോ അവള് വേണോന്ന്. അത്രയും പറഞ്ഞ് ദേഷ്യത്തോടെ അക്ഷി തിരികെ മുകളിലേക്ക് കയറിപ്പോയി. ഊർമിള കലിയോടെ അനന്യെ നോക്കി. ശേഷം കൈവീശി അവളുടെ കവിളിലേക്ക് ഒറ്റ അടി കൊടുത്തു. നിന്നോട് ഞാൻ 100 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, അവനെ ദേഷ്യം പിടിപ്പിക്കുന്ന രീതിയിൽ ഒന്നും ചെയ്യരുതെന്ന്. അത്രയും പറഞ്ഞ് ഊർമിള പോയപ്പോൾ അനന്യ അടികൊണ്ട് കവിൾത്തടത്തിൽ കൈവച്ച് തരിപ്പ് ബാധിച്ചവളെ പോലെ അങ്ങനെ തന്നെ നിന്നു. പെട്ടെന്ന് അവൾ ഫോണെടുത്ത് പ്രിയങ്കയെ വിളിച്ചു. അതേസമയം ഓഫീസിലായിരുന്നു പ്രിയങ്ക. എന്താനു, എന്താ നീ ഈ സമയത്ത് വിളിച്ചത്? പതിവില്ലാതെ ആ സമയത്ത് അനന്യയുടെ കോൾ വന്നതും പ്രിയങ്ക ചോദിച്ചു. പ്രിയ, ഇന്ന് ചില സംഭവങ്ങളൊക്കെ ഉണ്ടായി. ഓഫീസിൽ പലരിൽ നിന്നായി അനന്യ അറിഞ്ഞ കാര്യങ്ങളൊക്കെ അവൾ പ്രിയങ്കയോട് പറഞ്ഞു. കേട്ടതും പ്രിയങ്കയുടെ മുഖം ദേഷ്യത്താ ചുവന്നു. അവൾ അരിശത്തോടെ ഇരുന്നിടത്തു നിന്ന് എണീറ്റു. ഓഹോ, അത്രയ്ക്കൊക്കെ വളർന്നു അവരുടെ ബന്ധം. ഇന്നവളെ ജീവന തുല്യം മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഈ അക്ഷിത്, അവൻ തന്നെ പറയും അവൻ ഈ ലോകത്തിൽ ഏറ്റവും കൂടുതൽ വെറുക്കുന്നത് അവളെയാണെന്ന്. പറയിപ്പിക്കും ഈ പ്രിയങ്ക. അതിനെന്താ ചെയ്യേണ്ടതെന്നൊക്കെ എനിക്കറിയാം. പ്രിയങ്ക പരസ്പര ബന്ധമില്ലാത്തതുപോലെ പുലമ്പി. പ്രിയ, നോക്ക്, അമ്മയെ കൂട്ടുപിടിച്ച് എന്തെങ്കിലും ചെയ്യാനാണ് നിന്റെ മനസ്സിലെ പ്ലാനെങ്കിൽ അത് വേണ്ടെന്ന് വെച്ചേക്ക്. അമ്മ കേട്ടൻ കഴിഞ്ഞേ ഉള്ളൂ. നീ ഫോൺ വെച്ചോ അനു, എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. പ്രിയങ്ക പറഞ്ഞതും അനന്യ കോൾ കട്ട് ചെയ്തു. ശേഷം നിലത്ത് ചിന്നി ചിതറിക്കിടക്കുന്ന ചില്ല് കഷ്ണങ്ങളിലേക്ക് നോക്കി. നീ കരുതിയിരുന്നു അക്ഷിത്, നിന്റെ ഹൃദയവും ഇതുപോലെ ചിന്നി ചിതറി 100 കഷ്ണങ്ങളാകും. നിന്റെ ഹൃദയവേദന ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കാണും. അടികൊണ്ട് പുകയുന്ന കവിൾത്തടത്തിൽ വിരൽ ഓടിച്ചുകൊണ്ട് അനന്യ സ്വയം പിറുപിറുത്തു. ആരോഗ്യ വയ്യാതെ വന്ന് കിടന്നതുകൊണ്ട് തന്നെ വസുധ ഇടയ്ക്കിടയ്ക്ക് മുകളിലേക്ക് കയറിപ്പോയി. അവളുടെ ടെമ്പറേച്ചറൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അവൾ ഒരുവിധമൊക്കെ ഓക്കെ ആയി എന്നറിഞ്ഞതും വസുധ മെല്ലെ ആരോഗ്യെ തട്ടി വിളിച്ചു. ഉറക്കക്ഷീണവും വയ്യായികയുമെല്ലാം അല്പം കുറഞ്ഞിട്ടുണ്ടെങ്കിലും ആരോഹിക്കെന്തോ കിടക്കയിൽ നിന്ന് എഴുന്നേക്കാൻ വല്ലാത്തൊരു മടിയായിരുന്നു. മോളെ, എഴുന്നേറ്റ് താഴേക്ക് വാ. അമ്മ നല്ല ചൂട് കഞ്ഞി ഉണ്ടാക്കിയിട്ടുണ്ട്, അത് കുറച്ച് കുടിക്ക്. പിന്നെ മെഡിസിൻ ഉണ്ടോ ഉണ്ടായിരുന്നല്ലോ നിന്റെ ബാഗില്, അതും കഴിക്കണം, വാ. വസുധ പറഞ്ഞു. അപ്പോഴാണ് തൻ്റെ ബാഗിൽ മെഡിസിൻ ഉണ്ടായിരുന്നു എന്ന കാര്യം പോലും ആരോഗ്യ അറിയുന്നത്.
അതെങ്ങനെ അമ്മ അറിഞ്ഞു എന്ന രീതിയിൽ അവൾ നോക്കി. കൊള്ളാം, നിന്റെ ലഞ്ച് ബോക്സ് എടുക്കാൻ വേണ്ടി ഞാൻ ബാഗ് തുറന്നപ്പോൾ കണ്ടതല്ലേ? മെഡിസിനും പിന്നെ എന്തോ ഒരു പേപ്പറും ഉണ്ടായിരുന്നു അതിൽ. വസുത വ്യക്തമാക്കി. പേപ്പറോ? ആരോഹി സംശയത്തോടെ വസുതയുടെ മുഖത്തേക്ക് നോക്കി. അവരുടെ മുഖത്തൊരു ചിരിയുണ്ടോ എന്ന് അവൾ സൂക്ഷിച്ചു നോക്കി. നീ ഇങ്ങനെ കണ്ണു മിഴിച്ച് എന്നെ തന്നെ നോക്കിയിരിക്കാതെ മര്യാദയ്ക്ക് താഴേക്ക് വാ. വന്ന് ആഹാരം വല്ലതും കഴിച്ചിട്ട് ആ ഗുളിക എടുത്ത് കഴിക്കാൻ നോക്ക്. വസുത അവളോട് പറഞ്ഞു. എന്നും എന്നും ഇങ്ങനെ മഴയും നനഞ്ഞ് പനിയും പിടിപ്പിച്ചു വന്നോളൂ. മഴ നനഞ്ഞാൽ പനി പിടിക്കുമെന്നുള്ള കാര്യം നിനക്കറിയത്തില്ലേ? എങ്കിൽ പിന്നെ ഈ മഴയും നനഞ്ഞ് വരേണ്ട വല്ല ആവശ്യമുണ്ടോ പെണ്ണേ നിനക്ക്? വസുത ചോദിച്ചതും ആരോഹി കുറുമ്പോടെ അവരെ നോക്കി. പിന്നെ മെല്ലെ വസുതയ്ക്ക് പിന്നാലെ താഴേക്ക് നടന്നു. ആഹാരം കഴിച്ചു കഴിഞ്ഞതും വസുത ഒരു പേപ്പറും അതിൽ പൊതിഞ്ഞു പിടിച്ചിരുന്ന മരുന്നുകളും ആരോഹിയുടെ കയ്യിലേക്ക് വെച്ചു കൊടുത്തു. ക്യാപിറ്റൽ ലെറ്ററിൽ അല്പം വലുതായി തന്നെ സോറി എന്ന് അതിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. കൂടെ ഒരു എക്സ്ക്ലമേഷൻ മാർക്കും. അതാരാവോ എഴുതിയതെന്ന് ആരോഹിക്ക് മനസ്സിലായി. അവളുടെ ചുണ്ടിലും അറിയാതെ ഒരു ചിരി വന്നെത്തി. അതേസമയം അവൾക്ക് ഗുളിക കഴിക്കാനുള്ള വെള്ളവുമായി അടുക്കളയിൽ നിന്ന് ഹോളിലേക്ക് വന്ന വസുതയും ശ്രദ്ധിച്ചത് ആ ചിരി തന്നെയായിരുന്നു. അവരൊന്നും ചോദിച്ചില്ല. പക്ഷെ അവർക്ക് എന്തൊക്കെയോ മനസ്സിലായി തുടങ്ങിയിരുന്നു. ഗുളിക കഴിച്ച് കുറച്ചു നേരം ആരോഹി താഴേക്ക് ഇരുന്ന ശേഷം പിന്നെ മെല്ലെയാണ് മുകളിലേക്ക് കയറി ചെന്നത്. ഇട്ടിരുന്ന വസ്ത്രമൊക്കെ ഒന്ന് മാറി ഒരയഞ്ഞ ടോപ്പും പാൻറ്റും അവൾ എടുത്തിട്ടു. ശേഷം വെറുതെ ഫോണും സ്ക്രോൾ ചെയ്ത് ബെഡിൽ കിടക്കുന്ന സമയത്താണ് അവളുടെ ഫോണിലേക്ക് ഒരു കോൾ വന്നത്. അക്ഷിത് സാറെന്ന് സ്ക്രീനിൽ തെളിഞ്ഞതും ആരുഹിയുടെ ചുണ്ടിൽ ഒരു ചിരി വന്നെത്തി. എന്തുകൊണ്ട് താനിപ്പോൾ ചിരിച്ചു എന്ന് പോലും അവൾക്ക് കൃത്യമായി അറിയില്ലായിരുന്നു. ആരുഹി കോൾ എടുത്തില്ല. ഫോൺ പില്ലോയ്ക്കടിയിലേക്ക് വെച്ച് അവൾ മുഖം പൊത്തിക്കിടന്നു. അല്പസമയത്തിന് ശേഷം ഫോൺ വീണ്ടും ശബ്ദിച്ചതും ആരുഹി മെല്ലെ കോളെടുത്ത് ചെവിയോരം ചേർത്ത് പിടിച്ചു. ഹലോ, അക്ഷിതാണ് വിളിച്ചതെങ്കിലും കോളെടുത്ത് ആദ്യം സംസാരിച്ചു തുടങ്ങിയത് ആരുഹിയാണ്. ആരുഹി ഓക്കെ അല്ലേ എന്നായിരുന്നു അക്ഷിതിന്റെ ഭാഗത്തു നിന്നുള്ള ചോദ്യം. മറുപടിയായി ഒരു മൂളലായിരുന്നു അവളുടെ പക്കൽ നിന്നുണ്ടായത്. സോറി, അക്ഷിത് പറഞ്ഞതും കാര്യം മനസ്സിലാവാത്തതുപോലെ. എന്തിനാ സർ? എന്തുപറ്റി? പെട്ടെന്ന് എന്തിനാ എന്നോട് സോറിയൊക്കെ പറഞ്ഞത് എന്നൊക്കെ അവൾ ചോദിച്ചു. അവളുടെ ഉരുണ്ടുകളി അക്ഷിതിന് മനസ്സിലായെങ്കിലും അവനൊന്നും പറഞ്ഞില്ല. പെട്ടെന്ന് തന്നെ കോള് കട്ട് ചെയ്ത് കളഞ്ഞു. സത്യം പറഞ്ഞാല് കിടന്നിട്ട് ഉറക്കം വരാതെ ആരോഹിയെ വിളിച്ചതായിരുന്നു അക്ഷിത്. എന്തോ അവളുടെ സ്വരമൊന്ന് കേട്ടപ്പോ അവന് മനസ്സിന് ഒരാശ്വാസം തോന്നി. പിന്നെ മെല്ലെ മറ്റൊന്നും ചിന്തിക്കാതെ അവൻ കിടക്കയിലേക്ക് കിടന്നു. 2 ദിവസങ്ങൾ അങ്ങനെ കടന്നുപോയി. ആ 2 ദിവസവും ആരോഹിക്ക് ലീവായിരുന്നു. അക്ഷിത തന്നെ നേരിട്ട് പറഞ്ഞതാണ് ആരോഹിയുടെ ഓഫീസിലേക്ക് വരേണ്ടതില്ലെന്ന്. 2 ദിവസത്തെ ലീവൊക്കെ കഴിഞ്ഞ് ഓഫീസിലേക്ക് പോകാൻ ആരോഹിക്ക് വല്ലാത്ത മടിയുണ്ടായിരുന്നു. ഇനി 3 ദിവസം കഴിഞ്ഞാൽ അർജുന്റെയും മാൻവിയുടെയും എൻഗേജ്മെന്റ് ആണ്. തറവാട്ടിൽ ഇപ്പോഴേ ആളുകൾ വന്നു തുടങ്ങി. ഗായത്രിയുടെ വീട്ടുകാരും കുടുംബക്കാരും ഒക്കെയായി കുറേയേറെ പേരുണ്ട് അവിടെ. ആരോഹിക്കാണെങ്കിൽ എല്ലാവരെയും ഫേസ് ചെയ്യാൻ ഒരു വല്ലായ്മയുണ്ടായിരുന്നു. മറ്റുള്ളവരുടെ മുമ്പിൽ താൻ ഒരു പരിഹാസപാത്രമായി നിൽക്കേണ്ടി വരുമോ എന്നാണ് അവളുടെ ഇപ്പോഴത്തെ ടെൻഷൻ. അവളുടെ മനസ്സിലെ ചിന്തകൾ മനസ്സിലാക്കിയതോടെ വസുതയും അവളെ തറവാട്ടിലേക്ക് പോകാൻ അങ്ങനെ നിർബന്ധിച്ചില്ല. വസുത അത്യാവശ്യം സ്റ്റിച്ചിങ് ഒക്കെ ചെയ്യുന്നതുകൊണ്ട് തന്നെ ആരോഹിക്ക് അർജുന്റെ എൻഗേജ്മെന്റിന് ഇടാൻ വേണ്ടിയുള്ള സാരിയുടെ ബ്ലൗസ് വസുതയാണ് സ്റ്റിച്ച് ചെയ്തു കൊടുത്തത്. 2 ദിവസങ്ങൾ പിന്നെയും കടന്നുപോയി. നാളെയാണ് അർജുന്റെ എൻഗേജ്മെന്റ്. തലേന്ന് ചെറിയ പാർട്ടി പോലെയൊക്കെ വീട്ടിലുണ്ട്. ക്ലോസ് ഫ്രണ്ട്സും റിലേറ്റീവ്സും മാത്രമുള്ള പാർട്ടി. തറവാട് വരെ പോകണമെന്ന് വസുതയ്ക്ക് ആഗ്രഹമുണ്ടായിരുന്നു. മറ്റൊന്നും കൊണ്ടല്ല, വരുന്ന ബന്ധുക്കളും കുടുംബക്കാരും എല്ലാം തന്നെ ആരോഗ്യം തിരക്കും. അവർക്ക് മുമ്പിലേക്ക് ചെല്ലാതിരുന്നാൽ എല്ലാവരും കരുതും അർജുനുമായിട്ടുള്ള വിവാഹം നടക്കാത്തതിന്റെ പേരിൽ ആരോഹി ഇവിടെ മനസ്സ് വിഷമിച്ചിരിക്കുകയാണെന്ന്. പക്ഷെ ഇതും പറഞ്ഞ് ആരോഹിയുടെ അടുത്തേക്ക് ചെല്ലാനുള്ള ധൈര്യം വസുതയ്ക്ക് ഉണ്ടായിരുന്നില്ല. മറ്റൊന്നും കൊണ്ടല്ല, ആരോഹിയുടെ സ്വഭാവം വെച്ച് അവൾ വലുതും വിളിച്ചു പറയും. എന്തായാലും രണ്ടും കൽപ്പിച്ച് ആരോഹിയുടെ അടുത്തേക്ക് പോകാൻ തന്നെ വസുത തീരുമാനിച്ചു. വസുത ആരോഹിയുടെ ഡോറിൽ ഒന്ന് നോക്ക് ചെയ്തുകൊണ്ട് പതിയെ ഡോർ അകത്തേക്ക് തുറന്നു. അമ്മയാണോ? കേറി വാമേ, ആരോഹി പറഞ്ഞു. വസുത മുറിയിലേക്ക് ചെല്ലുമ്പോൾ ആരോഹി എന്തോ കാര്യമായി ഒരു പേപ്പറിൽ വരച്ചുകൊണ്ടിരിക്കുകയാണ്. അത്യാവശ്യം അവൾക്ക് വരയ്ക്കാനുള്ള കഴിവൊക്കെ ഉണ്ട്. ഇടയ്ക്ക് വെറുതെ ഇരിക്കുന്ന സമയങ്ങളിൽ അവൾ എന്തെങ്കിലുമൊക്കെ വരയ്ക്കാറുമുണ്ട്. മോളെ, നാളെയല്ലേ അർജുന്റെ എൻഗേജ്മെന്റ്? അവിടെ വരെ ഒന്ന് പോകണ്ടേ? ബന്ധുക്കളെല്ലാരും അവിടെയുണ്ട്. നമ്മളെ
എല്ലാവരും ഇപ്പൊ അന്വേഷിക്കും. ഒന്ന് രണ്ട് പേരൊക്കെ അവിടെ വന്ന കൂട്ടത്തിൽ ഇവിടേക്കും വന്നിരുന്നു. വസുധ അവളെ ഓർമ്മിപ്പിച്ചു. ഓ, അവരുടെ ദുഃഖം രേഖപ്പെടുത്താൻ വന്നതായിരിക്കും അല്ലേ? ആരോഗ്യ ചോദിച്ചതും വസുധ സ്വയം തലക്കടിച്ചു. എന്റെ പെണ്ണെ, നീ ഇങ്ങനെയൊക്കെ ചിന്തിച്ചാൽ എങ്ങനെയാണ്? ഇതിപ്പോ അവരെല്ലാം വിചാരിക്കുന്നത് എന്തായിരിക്കും എന്നറിയോ? അർജുന്റെ എൻഗേജ്മെന്റ് ആയതുകൊണ്ട് നീ ഇവിടെ സങ്കടപ്പെട്ട് റൂമിന്റെ അകത്ത് ചടഞ്ഞുകൂടിയിരിക്കുമായിരിക്കുമെന്ന്. നീ നല്ലൊരു ഡ്രസ്സൊക്കെ എടുത്തിട്ട് അങ്ങോട്ട് ഒരുങ്ങി ഇറങ്ങി വന്നേ. നമുക്ക് അവിടെ പോയി ഒന്ന് ഷൈൻ ചെയ്തിട്ട് വരാം. വസുധ പറഞ്ഞതും ആരോഗ്യ അവരെ വിശ്വാസം വരാത്തതുപോലെ നോക്കി.